നമസ്കാരമുണ്ട്. ഇന്ന് പരിചയപ്പെടുത്തുന്നത് 32 സെൻറ്റും ഒരു പണിതീരാത്ത വീടുമാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വർക്കല കല്ലമ്പലം റൂട്ടിൽ നരിക്കൽ മുക്ക് കഴിഞ്ഞ് ആലുമൂട്ടിനും മധ്യത്തായിട്ട് വരും. പക്ഷേ ഇതിൻ്റെ വഴി വരുന്നത് ആലുമൂട്ടിൽ നിന്ന് നേരെ അച്ചുമാമുക്ക് റോഡിലേക്ക് തിരിഞ്ഞ് ഒരു 500 മീറ്റർ ചെന്നിട്ട് വലതോട്ട് തിരിഞ്ഞ് മേലോട്ട് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഇതിനോടനുബന്ധിച്ചുള്ള ആ റോഡ് മാർഗ്ഗം എങ്ങനെയാണ് എത്തിച്ചേരേണ്ടതെന്നുള്ള വിശദമായിട്ട് ഈ വീഡിയോയിൽ അവസാനം കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ നിർദ്ദിഷ്ട പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. നമുക്കിവിടെ ഗേറ്റും മറ്റേ കാമ്പൗണ്ട് തിരിച്ച് ഫെൻസിങ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഏരിയ. ഇത് നമ്മുടെ ഗേറ്റ്. ഇതാണ് പണിതീരാത്ത വീട്. നല്ല രീതിയിൽ ചെയ്തത് തന്നെ. പക്ഷേ അതിൻ്റെ ഓണേഴ്സ് ഇപ്പോൾ ഇവിടെ സ്ഥലത്തില്ല. അവർ ഔട്ട് ഓഫ് സ്റ്റേറ്റാണ്. അപ്പോൾ ഇത് 30 സെൻറ്റ് 10 സെൻറ്റ് വീതം വെച്ചിട്ട് 10 10 10 വീതമായിട്ട് വേണമെങ്കിലും നമുക്ക് ഇത് ആലോചിക്കാവുന്നതാണ്. അങ്ങനെ ആവശ്യക്കാരുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് ഇത് കൈകാര്യം ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഗേറ്റ്. ഇതാണ് പ്രോപ്പർട്ടി. പണിതീരാത്ത വീട് ഇതാണ് ആലുമൂട് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ നിന്ന് വർക്കലയിൽ നിന്ന് വരുമ്പോഴത്തേക്ക് വലതോട്ട് തിരിഞ്ഞ് ഒരു 200 മീറ്റർ വരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് തിരിഞ്ഞ് കയറാനുള്ള സൈഡ് റോഡാകും. ഇവിടെ മില്ലെല്ലാം കഴിഞ്ഞ ഉടൻ തന്നെ ഒരു വലത്തേക്ക് വീണ്ടും ഒരു റോഡുണ്ട്. ആ റോഡ് തിരിഞ്ഞ് കയറി ചെന്ന് വീണ്ടും വലത്തേക്ക് ഒരു തിരിയുമ്പോഴത്തേക്ക് നമ്മുടെ നിർദ്ദിഷ്ട പ്രോപ്പർട്ടിയിൽ എത്തിച്ചേരുന്നതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മൊത്തം 64 സെൻറ്റായിട്ട് 2 ഓഹരിയായിട്ട് കിടക്കുന്നതാണ്. അതിൽ 32 സെൻറ്റ് റോഡിനരികെ ചേർന്നുള്ള, അതായത് ഈ ഗേറ്റിനോട് ചേർന്നുള്ള 32 സെൻറ്റ് പണിതീരാത്ത വീടുമാണ് ഇതിൽ കൊടുക്കാനുള്ളത്. മറ്റതും ചിലപ്പോൾ കൊടുത്താലാകും, അത് ഓണറോട് ചോദിക്കാം. അപ്പോൾ ഇതാണ് ഈ ഗേറ്റിനോട് ചേർന്നുള്ള ഈ ഭാഗം വരുന്നതാണ് നമ്മൾ ഇപ്പോൾ കൊടുക്കാൻ നിശ്ചയിച്ചിരിക്കുന്നത് 32 സെൻറ്റ്. അത് 3 പാർട്ടായിട്ട് തിരിച്ചു വേണമെങ്കിലും നമ്മൾ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെയും ആലോചിക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടുക. നന്ദി, നമസ്കാരം.